വാർത്തകളിലേക്ക്. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തെ തുടർന്ന് പ്രതിഷേധത്തിലായിരുന്ന ഹർഷിന സമരം അവസാനിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്നായിരുന്നു തീരുമാനം. 2 ആഴ്ചയ്ക്കകം ഹർഷിനയ്ക്ക് നീതി ലഭ്യമാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. വിവരങ്ങളുമായി റിയാസ് KMR ഉണ്ട് കോഴിക്കോട് നിന്നും. റിയാസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടൽ ഏത് സാഹചര്യത്തിലാണ്? എന്താണ് നൽകിയിരിക്കുന്ന ഉറപ്പ്? തീർച്ചയായും അല്പം മുൻപാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഹർഷിന സമരം നടത്തുന്ന മെഡിക്കൽ കോളേജിന് മുൻപിലെ സമരപ്പന്തലിൽ നേരിട്ടെത്തുകയും ഹർഷിനയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് ഹർഷിനയെ ചർച്ചയ്ക്ക് വിളിച്ചു. ഹർഷിന ചർച്ചയ്ക്ക് തയ്യാറായി. ആരോഗ്യമന്ത്രിയും ഹർഷിനയും തമ്മിൽ പരസ്പരം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ ഓഫീസിൽ വെച്ച് അല്പനേരം സംസാരിച്ചു. ഹർഷിന തന്റെ ബുദ്ധിമുട്ടുകൾ, താൻ അനുഭവിച്ച വേദനകളെല്ലാം തന്നെ പറഞ്ഞു. കഴിഞ്ഞ 7 ദിവസമായിട്ട് ഹർഷിന ഇവിടെ സമരം തുടരുകയാണ്. ആദ്യം അനിശ്ചിതകാല നിരാഹാര സമരമായിരുന്നു. പിന്നീട് അത് കോഴിക്കോട് DCC പ്രസിഡന്റിന്റെ ആവശ്യത്തെ തുടർന്ന് അത് സത്യാഗ്രഹ സമരത്തിലേക്ക് മാറ്റി. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിലേക്ക് മാറ്റിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹർഷിന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ബോധിപ്പിച്ചു. മാത്രമല്ല, തന്റെ വയറ്റിൽ കഴിഞ്ഞ 5 വർഷം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയുടെ ഭാഗമായി കുടുങ്ങിയ കത്രിക, അതിനെ തുടർന്നുള്ള താൻ അനുഭവിക്കുന്ന വേദന, ഇതെല്ലാം തന്നെ ആരോഗ്യമന്ത്രി ഹർഷിന ബോധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ തനിക്ക് ഇതുവരെ ഉണ്ടായ സാമ്പത്തിക നഷ്ടം, ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നം, ഇതെല്ലാം പരിഗണിച്ച് നഷ്ടപരിഹാരം അനുവദിക്കണം. ഒപ്പം തന്നെ ഇതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് ഹർഷിന മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ കത്രികയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള പരിശോധന എത്രയും പെട്ടെന്ന് തന്നെ നടത്തി അതിന്റെ ഒരു ഫലം തനിക്ക് ലഭ്യമാക്കണമെന്നും ഹർഷിന മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നഷ്ടപരിഹാരം ഉറപ്പാക്കാമെന്നും 2 ആഴ്ചക്കകം തന്നെ ഹർഷിനയ്ക്ക് നീതി ലഭ്യമാക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. അതേസമയം തന്നെ ഈ കുറ്റക്കാരായ ആളുകൾക്കെതിരെ എന്ത് നടപടി എടുക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. 2 ആഴ്ചക്കകം ഹർഷിനയ്ക്ക് നീതി ലഭ്യമാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ലാബ് പരിശോധന നടത്താനുള്ള സംവിധാനം ഇല്ല, അത്തരമൊരു പരിമിതി ഉണ്ട് എന്ന കാര്യം മന്ത്രി ഹർഷിനയെ ബോധിപ്പിച്ചു. എങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്ന കാര്യം ഹർഷിന ചോദിച്ചു. എങ്കിലും 2 ആഴ്ചക്കകം നീതി ലഭ്യമാക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. അതുകൊണ്ട് തന്നെ സമരം റിയാസ്, കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നല്ലോ. ആ റിപ്പോർട്ടിൽ പറയുന്നതും ഇത്തരത്തിൽ അത് മെഡിക്കൽ കോളേജിലെ കത്രികയല്ല, അത് അവിടെ നിന്നുള്ള സംഭവം ആയിട്ട് കണക്കാക്കുന്നില്ല തുടങ്ങിയ വിവരങ്ങളായിരുന്നല്ലോ ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടക്കണമെങ്കിൽ പോലും കൂടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. ഇത്തരത്തിലുള്ള റിപ്പോർട്ടാണ് മന്ത്രിയുടെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ അവസാനമായിട്ട് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് കടക്കാൻ കഴിയുമോ? മന്ത്രി ഈ ചർച്ചയിൽ വ്യക്തമാക്കിയത് 2ാമത്തെ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ റിപ്പോർട്ട് മാത്രമാണ് കണ്ടത് എന്നാണ് മന്ത്രി പറയുന്നത്. 2ാമത്തെ റിപ്പോർട്ട് കണ്ടിട്ടില്ല, ഇത് പരിശോധിക്കും. മാത്രമല്ല, കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കേരളത്തിൽ സൗകര്യമില്ല. ഹർഷിനയ്ക്ക് വേണ്ടത് ചെയ്യും സർക്കാർ, ഹർഷിനയ്ക്കൊപ്പമുണ്ട് എന്ന് മന്ത്രി ഹർഷിനയോട് വ്യക്തമാക്കി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹർഷിന ഈ ഒരു അനിശ്ചിതകാല സമരം പിൻവലിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഹർഷിന ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും 2 ഗൈനക്കോളജി ഡോക്ടർമാരെയും പ്രതി ചേർത്തുകൊണ്ട് ഹർഷിന പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഹർഷിന നടത്തി വന്ന സമരം പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എബി.